ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണ് ജഗതിയിൽ. അവിടെ എനിക്ക് വേറെ ആരുമില്ല ചോദിക്കാൻ, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എനിക്ക് പാവം എനിക്ക് അതിനുള്ള പെർമിഷൻ തന്നതാണ്. ജഗതിയിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. കെ ബി ഗണേഷ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോൾ. എനിക്ക് അവിടെ ജഗതി എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുമായിട്ട് എന്തുമാത്രം ആ പഴയ ഉത്സവമേളമെല്ലാം അപ്പോൾ ഇതുകളൊന്നും മറക്കാനൊക്കാത്ത അനുഭവങ്ങളല്ലേ. അതിൽ പാട്ടൊക്കെ ഓർമ്മയുണ്ട്, ഉത്സവമേളത്തിലെ പാട്ടൊക്കെ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല തേടി വരും. പിന്നെ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാൻ ലോ ലോ ലോ. അവിടുത്തെ ആ ഒരു ഇത് തന്നെ ഇത് ഇന്നും ജീവിതത്തിൽ മറക്കാനൊക്കെ. കിളിയുള്ള മരച്ചോട്ടിൽ നീ കാറ്റത്തെ ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടംപോലെ എടുത്തങ്ങ് തിന്നാലോ. അതല്ലേ, ഇങ്ങനല്ലേ പാടിയ. അതേപോലെ എത്ര പടങ്ങൾ, സീസൺ, കുയിലാച്ചി എന്ന് പറഞ്ഞ ആ വേഷം. പിന്നെ സത്യപ്രതിജ്ഞയിലെ ചുമ്മാതെ പോകുമ്പോൾ വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരനായിട്ട് ഇരിക്കുമ്പോൾ വന്ന് പറയാനായിട്ടില്ലേ. ഇങ്ങനെ എൻ്റെ അദ്ദേഹത്തിനോടൊപ്പം എന്തെന്ത് വേഷങ്ങളാണ് ചെയ്തത്. ഇന്നും ഏറ്റവും കൂടുതൽ ഒരുമയുള്ളത് ഉത്സവമേളത്തിലെ ആ പാട്ട് തന്നെ. പല ഭാഷകളിലാണ് വരണത്. ഒരിടത്ത് ചെല്ലുമ്പം ഉറുദു ആയിരിക്കും കേൾക്കണത്, പിന്നെ ഒരിടത്ത് കന്നഡ ആയിരിക്കും കേൾക്കണത്, പിന്നെ തെലുങ്കായിരിക്കും കേൾക്കുന്നത്. ഇതെല്ലാം ഇടയ്ക്ക് ദുബായിൽ വന്നപ്പം ഉറുദു ആണ് കേട്ടത്. അതേപോലെ പത്മരാജൻ സാറ് നമ്മളെ ഇന്നലെ എന്ന് പറഞ്ഞ ആ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനല്ലേ അന്ന് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ഒരു ദിവസം ഞാൻ വെളുപ്പാങ്കാലത്തെ പിന്നെ എഴുതിക്കൊണ്ടല്ലായിരുന്നപ്പം എനിക്കൊരു സംശയം, ചേട്ടൻ്റെ ഡയലോഗ് എഴുതിയിട്ടില്ല, ഒരു തമിഴ് ആളിൻ്റെ വേഷം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇത് എഴുതിയിട്ടില്ല സാർ. അതെന്ത് സാർ? അത് ജഗതിക്ക് മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഇതുള്ളൂ, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കടന്ന ആളാണ്, അതുകൊണ്ട് ആ ക്യാരക്ടർ എഴുതുന്നത് അത് അദ്ദേഹം ചെയ്തോളും എന്നാണ് പറഞ്ഞത്. അതേസമയം മമ്മൂക്കയ്ക്കും എല്ലാം പിന്നെ ഒരിക്കൽ ഇത് മാറിപ്പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, വേണ്ട മമ്മൂട്ടി, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറക്കമണിയിട്ട് ഇരുന്നെഴുതുന്ന ഇതാണ്, അതിലുള്ളതുപോലെ പറഞ്ഞാൽ മതി. ആ പാട്ട് പാടിയത് ഇഷ്ടമായോ? ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ? രാമ ശ്രീരാമ എന്നുള്ള പാട്ട് പാടൂല്ലേ? എന്നാലും പാടും. അതാണ് എൻ്റെ പൊന്നു ചേട്ടൻ ആ പാട്ടെല്ലാം പാടിയ